വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യമാണ്, KAS UPSCക്കാർക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ, നമ്മളെപ്പോലെയുള്ള സാധാരണ PSCക്കൊക്കെ പഠിക്കുന്നവർക്ക് KAS കിട്ടുമോ, അതൊരു എത്താക്കനിയല്ലേ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ കുട്ടികളെ നമ്മളോട് ചോദിക്കാറുണ്ട്, നേരിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി, അത് വെറുതെ ഒരു മറുപടിയല്ല, കൃത്യമായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ളത്. KASനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രിലിംസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രിലിംസിൽ UPSC പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളെക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് PSCക്ക് പഠിക്കുന്നവർക്കാണ്. എന്തുകൊണ്ടാണ്? ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ നമ്മുടെ മാത്സ്, റീസണിങ്, പിന്നെ മലയാളം തുടങ്ങിയ ഭാഗങ്ങൾ PSCക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന അതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എന്തിനു ചോദിക്കുന്നത്? KASന് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസിന് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് മലയാളം എന്നുള്ള വിഷയം അത്ര പ്രശ്നമുള്ളതായിരിക്കില്ല. കാരണം നിങ്ങൾ അതിൻ്റെ വ്യാകരണവും അതിൻ്റെ പദസമ്പത്തും അല്ലേ, ഇതൊക്കെ വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിരിക്കുകയില്ല. അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 30 മാർക്കിൻ്റെ ചോദ്യത്തിൽ നന്നായി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20-25 മാർക്കോളം മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 30-ൽ 30 കിട്ടുന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു 20-25 മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതലൊരു പ്രയോഗം എങ്ങനെയായിരിക്കും, ഒരു ഭരണഭാഷ പരിചയം എന്നുള്ള രീതിയിലാണ് മലയാളത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മാത്രം. ഓക്കെ, ആസ് എ ബ്യൂറോക്രാറ്റ് ഉപയോഗിക്കുന്ന കുറേ പദങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് KAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നയരൂപീകരണമാണ്, പോളിസി മേക്കിംഗ് ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഭരണഭാഷ. മാതൃഭാഷയെ നമ്മൾ ഭരണഭാഷയായിട്ട് ഉപയോഗിക്കുന്നു, മലയാളത്തെ ഭരണഭാഷയായിട്ട് അംഗീകരിക്കുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളത്തിനെ കൃത്യമായി മനസ്സിലാക്കുക, മലയാളത്തിലെ ഭരണഭാഷ പദങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധം സൃഷ്ടിക്കുക അല്ലേ. അതിനൊരുപാട് കൃത്യമായിട്ട് ഒരുപാട് കാട് കയറി പഠിക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പഠിക്കുക. അത്യാവശ്യം ഗവൺമെൻറ്റിൻ്റെ സർക്കുലറുകളും കാര്യങ്ങളൊക്കെ, മലയാളത്തിലുള്ള സർക്കുലറുകളും കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ വാക്കുകളൊക്കെ നിങ്ങൾക്കൊരു പരിചയം ഉണ്ടാവും. മനസ്സിലായോ? അതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ഒരുപാട് ഗവൺമെൻറ് സർക്കുലറുകൾ ഒന്ന് എടുക്കുക, അതിലുള്ള മലയാളത്തിൽ എന്തൊക്കെയാണ് അത് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ മനസ്സിലാക്കുക, അതിലുള്ള പദങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനനുസരിച്ച് മലയാളം കൃത്യമായിട്ട് നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കുക, നന്നായി റിവിഷൻ ചെയ്യുക. പിന്നെ നോക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഓൾറെഡി ഡിഗ്രി ലെവൽ PSCക്ക് പഠിക്കുന്നവരൊക്കെ തന്നെ ഇംഗ്ലീഷിൻ്റെ നല്ലൊരു നിലവാരത്തിൽ ഇംഗ്ലീഷ് പഠിച്ചെത്തിയിട്ടുണ്ടാവും അല്ലേ. ബേസിക് ആയിട്ട് പഠിക്കുന്ന ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിലും ആക്റ്റീവ് പാസീവ്, ടെൻസ്, റിപ്പോർട്ടഡ് സ്പീച്ച് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ വൊക്കാബുലറിയുടെ ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ഓൾറെഡി പഠിക്കുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു ലെവല് കൂടിയിട്ട് പഠിക്കുക എന്ന് പറയുന്ന, കുറച്ചും കൂടി നിങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത കുറച്ച് മേഖലകളുണ്ടാവും. അപ്പോൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് അല്ലേ, പിന്നെ എറർ ഡിറ്റക്ഷൻ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, കുറച്ചും കൂടി റൂൾസ്, ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി റൂൾസും കാര്യങ്ങളൊക്കെ നോക്കുക. ഇതിനൊക്കെ ഒരുപാട് സോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രം. ഇപ്പോൾ നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ തന്നെ, PSCയുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ തന്നെ ഇംഗ്ലീഷ് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റിവൈസ് ചെയ്യുക, ആ ഒരു പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ഇംഗ്ലീഷിലുള്ള ടോപ്പിക്സുകൾ കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്നുള്ള വിഷയം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായി സാധിക്കും? നല്ലൊരു എഡ്ജ് നിങ്ങൾക്ക് എക്സാമിന് തരും. KASൻ്റെ പ്രിലിംസിന് നിങ്ങൾക്ക് ആ ഒരു എഡ്ജ് കിട്ടും. അപ്പം തന്നെ 50 മാർക്ക് അല്ലേ, 50 മാർക്കിൻ്റെ ഒരു പോർഷൻ നമ്മുടെ കയ്യിലെത്തി. അപ്പോൾ ഇത് സാധാരണ ഒരു UPSC ആസ്പിറൻറ്റിനെ സംബന്ധിച്ച്, UPSC ആസ്പിറൻസ് ഒരിക്കലും ഈ രീതിയിൽ ഇംഗ്ലീഷും മലയാളം പഠിക്കുന്നില്ല, മലയാളം ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരാൾ മാത്രമാണ് മലയാളമായിട്ട് കുറച്ചെങ്കിലും ഒരു ബന്ധത്തിൽ വരുന്നുള്ളൂ അല്ലേ. അതും ഈ രീതിയിൽ ഗ്രാമറും കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. അവിടെ മലയാള ഭാഷയുടെ ഒരു ഉൽപ്പത്തിയെക്കുറിച്ചും പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ, പക്ഷേ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എഡ്ജ് തരും എന്നുള്ളതാണ്. സോ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നമ്മുടെ മലയാളം, പിന്നെ മാത്സ് ആൻഡ് റീസണിങ് അല്ലേ. മാത്സ് ആൻഡ് റീസണിങ് ഒബ്വിയസ്ലി നമ്മൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പഠിക്കുന്നത് തന്നെയാണ്. ഇതിന് ചോദിക്കുന്നതും ഏകദേശം KASന് ചോദിക്കുന്നതും ഇതേ നിലവാരം തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട്
CSAT-ൻ്റെ അത്രയും ഹൈ മാത്സ് ഒക്കെ വരുന്നുണ്ടോയെന്ന്. CSAT-ന് ചോദിക്കുന്ന മാത്സ് വളരെ വലിയ മാത്സ് ഒന്നും അല്ല. അത് നമ്മളുടെ മനസ്സിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുകയാണ്, ഒരു ഹൈപ്പ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര എന്തോ സംഭവമാണ്, നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നുള്ളൊരു ഒരു പ്രതീതി, ഒരു ഫോൾസ് കൺസെപ്റ്റ്, ഒരു മിസ്കൺസെപ്ഷനാണത്. അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യാം. മാത്സിന് നമുക്ക് കൃത്യമായ ടോപ്പിക്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് ആണെന്നുണ്ടെങ്കിലും, സ്പീഡ് ആണെന്നുണ്ടെങ്കിലും, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ ടോപ്പിക്സുകളുണ്ട്. ആ ടോപ്പിക്സിലെ എല്ലാ ലെവൽ ഓഫ് കണക്കുകളും ചെയ്ത് പഠിക്കാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള കണക്കുകൾ ഉണ്ടാവും അല്ലേ, പിന്നെ ഒരു മീഡിയം, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നുണ്ടാവും, അഡ്വാൻസ് ലെവലുണ്ടാവും. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് മാത്സും റീസണിങ്ങും കിട്ടും. അപ്പോൾ നോക്കൂ, അത്രയും ഭാഗം തന്നെ കഴിഞ്ഞില്ലേ. പിന്നെ നമ്മുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള റിലേറ്റഡ് ആയിട്ട് ഹിസ്റ്ററിയുടെ ഭാഗം എടുക്കുകയാണെങ്കിൽ കേരള ചരിത്രം എന്ന് പറയുന്നത് UPSC-കാർ പഠിക്കുന്നുണ്ടോ? ഇല്ല. അത് പിന്നെയും പഠിക്കുന്ന ആരാ? PSC-കാരാണ്. അപ്പോൾ അവിടെയും കിട്ടിയില്ലേ എഡ്ജ്? യെസ്. അപ്പോൾ കേരള ചരിത്രം. ഇനി കേരളത്തിൻ്റെ ഹെറിറ്റേജ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ കൾച്ചർ, ഇതൊക്കെ പഠിക്കുന്ന ആരാണ്? PSC-കാർ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് UPSC-ക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്ന് പറയുന്നത്? അതെന്താ അടിസ്ഥാനം? അതിലെന്താണ് ഒരു അടിസ്ഥാനമുള്ളത്? ഓക്കെ, അതിൽ നമുക്ക് അത് ഒരു ചിന്തയാണ്, ഒരു ബ്ലോക്കാണ്. ഞാൻ പറയാം, ഇപ്പോൾ പോളിറ്റി ഒക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം, പോളിറ്റി പറയാം, എക്കണോമിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. UPSC-കാർ അത്യാവശ്യം ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ UPSC-കാർ പ്രിപ്പയർ ചെയ്യാത്ത കുറേ വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇത് UPSC-കാർക്ക് മാത്രമുള്ളൊരു സംഭവമല്ല KS എന്ന് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിയും വളരെ LGS നിലവാരം, അതായത് LGS ആയി കയറി ഇപ്പോൾ KS നേടിയ ഒരുപാട് പേര് നമ്മളുടെ മുന്നിൽ മാതൃകയായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ KS നേടിയ ആളുകളുണ്ട്. അപ്പോൾ ഇതൊരിക്കലും പറ്റാത്ത കാര്യമല്ല. നമ്മുടെ ഒരു ബ്ലോക്കാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസസ് പറയാം. എന്നെ കൊണ്ട് നടക്കില്ല, ഇത് PSC-കാരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഞാൻ PSC-ക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, എനിക്കിത് പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ച് വീട്ടിൽ ഇതൊക്കെ ആലോചിച്ച് കുറേ നെഗറ്റീവൊക്കെ അടിച്ചുകൊണ്ട് വീട്ടിലിരിക്കാം. അത് നിങ്ങളുടെ താല്പര്യം, അങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇരിക്കാം. പക്ഷെ അതല്ല, ഇതിന് വേറൊരു പെർസ്പെക്റ്റീവിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യതയിൽ എനിക്കുള്ള അഡ്വാൻറ്റേജ്, ഒരു PSC-ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? എനിക്ക് കൃത്യമായി ഇംഗ്ലീഷ് അറിയാം, മാത്സ് എന്നുള്ള സബ്ജക്റ്റ് അറിയാം, അതുപോലെ മലയാളം അറിയാം, അതുപോലെ തന്നെ കേരള ചരിത്രവും ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. കേരള ചരിത്രം ഓൾറെഡി കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതുകൂടാതെ ഇപ്പോൾ കേരള ഇക്കോണമി എല്ലാവർക്കും പഠിക്കണം അല്ലേ. PSC-കാർക്കും പഠിക്കണം, UPSC-കാർക്കും പഠിക്കണം. കേരള ജോഗ്രഫി രണ്ടു കൂട്ടരും പഠിക്കണം, ശരിയല്ലേ. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെയുള്ള വിഷയങ്ങൾ, പ്ലാനിംഗ് ബോർഡ്, ഇതൊക്കെ കേരള ഇക്കോണമി, അതുപോലെ എൻവയോൺമെൻറ്റിലൊക്കെ വരുന്ന വിഷയങ്ങൾ. സോ ഇവിടെ ഒരിക്കലും UPSC-ക്ക് ഒരു വെയിറ്റേജ് കൂടുതലും PSC-കാർക്ക് ഒരു വെയിറ്റേജ് കുറവും എന്നുള്ളൊരു സംഭവം ഇല്ല. അതൊരു മിത്ത് മാത്രമാണ്. അതൊരു മിത്ത്. ഓക്കെ, ഇറ്റ്സ് എ ഫോൾസ് മിസ്കൺസെപ്ഷൻ ഓർ ഇറ്റ്സ് എ മിത്ത്. സോ ബ്രേക്ക് ദാറ്റ് മിത്ത്. ആ മിത്തിനെ നിങ്ങൾ പൊളിച്ചെഴുതൂ. ഓക്കെ, ഇതൊരു പരസ്യവാചകമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ, ശരിയല്ലേ. കാരണം സിലബസ് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, സിലബസ് വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഇതിനൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ തീരുമാനമെടുക്കുക. ഓക്കെ, അപ്ലൈ ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ. അവസാന നിമിഷത്തേക്ക് വേണ്ടി മാറ്റി വെക്കാതിരിക്കുക. ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായി, ഏറ്റവും പ്ലാനിങ്ങോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും KS നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായി സാധിക്കും അല്ലേ. ഇപ്പോൾ പ്രിലിംസ് നമുക്കറിയാം, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ബാച്ച്, എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രിലിംസ് ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ പ്രഗത്ഭരായ അധ്യാപകരാണ് കൈകാര്യം ചെയ്യുന്നത്. ആ വിഷയങ്ങൾ, അതാത് വിഷയങ്ങൾ എങ്ങനെ പഠിക്കണം, പ്രിലിംസിന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ആ ഒരു രീതിയിൽ കൃത്യമായൊരു അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ടോപ്പിക്കുകൾ കവർ ചെയ്തുകൊണ്ട് കൃത്യമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് റൺ ചെയ്യുന്നത്. KS-ൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഏപ്രിൽ തുടങ്ങി, ഏപ്രിൽ മെയ് മാസങ്ങളാണ് നമ്മുടെ മുന്നിൽ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെ സബ്ജക്ട്സിൽ ഏതൊക്കെ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കാനായി നിങ്ങൾക്ക് വേണ്ടി KS-ന് വേണ്ടി നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ വെബിനാറിൽ ജോയിൻ ചെയ്യാനായി, രജിസ്റ്റർ ചെയ്യാനായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിൽ നിന്നും നിങ്ങൾക്ക് വെബിനാറിനുള്ള ലിങ്ക് കിട്ടുന്നതാണ്. സോ വെബിനാർ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാനായിട്ട് ഈ വെബിനാർ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.